ഡെയിലി റുട്ടീൻസ് ഓഫ് എ ഡയറക്ട് സെല്ലർ സീരീസിലെ ആറാമത്തെ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഡേഴ്സ് ആൻഡ് ടീം. ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പരസ്പരം ഉള്ള ഒരു ആശയവിനിമയം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് തുറന്ന് പറയുക, സംസാരിക്കുക, കാര്യങ്ങൾ കേൾക്കുക, നമ്മൾ എന്താണോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരും കൂടെ ടീമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ടീം വർക്കിലൂടെ അത് അച്ചീവ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എപ്പോഴാണോ ഒരു ടീമിൽ വരുന്നത്, തീർച്ചയായിട്ടും ആ ഒരു ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമല്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതോ എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബിൻ ഒരു കാര്യം പറയുകയാണ്, ഓപ്പോസിറ്റ് അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അല്ല അവരെടുത്തിട്ടുള്ളത്, വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ സംഭവിക്കും. മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആയിരിക്കും അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അവരിലേക്ക് എത്തുന്നത് മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആയിട്ടായിരിക്കും എത്തുക. അപ്പോൾ ആ രീതിയിലെ ബഗ്ഗുകളും എറേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏതൊരു കാര്യങ്ങളും സംഭവിച്ചാൽ പോലും ആ ഒരു ടീമിനെ നെഗറ്റീവായിട്ട് റിസൾട്ടിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. അതൊരിക്കലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അതിന് നമ്മൾ അത്രയും ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു അർത്ഥത്തോട് കൂടിയിട്ടാണെന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്യേണ്ടതുണ്ട്. അവരെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ആ ഒരു ടീമിന് അത് ദോഷം തന്നെയാണ്. ഒരിക്കലും ആ ഒരു ടീമിന് നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. കമ്മ്യൂണിക്കേഷനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. എന്താ വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണത്? നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ ടീമായിട്ടോ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടോ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഡേഴ്സ് അല്ലെങ്കിൽ ടീം എന്ന് പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ നടക്കുക. നല്ല രീതിയിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, പല കാര്യങ്ങൾ അഭിപ്രായങ്ങൾ അറിയുന്ന, പല രീതിയിലെ ഡിസ്കഷൻസിന് വഴിയൊരുക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ടീമിൽ വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും ലീഡേഴ്സ് അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇവർക്ക് എന്താ ഇത്ര അധികം സംശയം, ഇവരെന്തിനാ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇത്രയും നമ്മളോട് എന്തിനാ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ശല്യമായിട്ട് തോന്നുന്ന ആളുകളും ഇൻഡസ്ട്രിയിലുണ്ട് കേട്ടോ. മുകളിലുള്ള ലീഡേഴ്സിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്, ബിഗിനേഴ്സിന്റെ കാര്യമല്ല. ബിഗിനേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നത് ശല്യമായിട്ട് കാണുന്ന ആളുകൾ പോലും ഇൻഡസ്ട്രിയിലുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ രീതിയിലായിക്കോട്ടെ പുതിയ വന്നിരിക്കുന്ന ഒരു വ്യക്തിന്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ആസ് എ ലീഡർ, ആസ് എൻ അപ്ലൈൻ, ആസ് എ ടീം കോർഡിനേറ്റർ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും നല്ല രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരോട് പ്രോപ്പർ ചാനലിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക. ആ സഹായം എന്ന് പറയുന്നത് ഭൂരിഭാഗം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കോൾ റിലേറ്റഡ്, വാട്സപ്പ് റിലേറ്റഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലീഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും ഒരു ശല്യമായിട്ട് ചിന്തിക്കാതെ അവർക്ക് എന്തൊക്കെയോ അറിയണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട്, അവർക്ക് എന്തൊക്കെയോ പഠിക്കണം എന്ന് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഒന്നാമത്തെ ഭാഗത്ത് പറയാനുള്ളത്. അതിൽ ഭൂരിഭാഗവും ചോദ്യങ്ങളും ഡൗട്ടുകളും ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും. അപ്പൊ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു സമയം കൊടുക്കുക. ഈ ഒരു പ്രോപ്പർ ചാനലിലുള്ള വർക്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഭാഗമാണ് പ്രോഗ്രാം ട്രെയിനിങ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണത്? നമ്മളുടെ ടീമിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു ഔട്ടർ ട്രെയിനർ വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കമ്പനിയുടെ ഒരു വലിയൊരു ലീഡർ വെച്ചിട്ടോ, കമ്പനിയുടെ മാനേജ്മെന്റിനെ വെച്ചിട്ടോ നമ്മൾ വലിയൊരു മെഗാ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മെഗാ പ്രോഗ്രാമുകൾ, ഇവന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിൽ ഒരു ടീം വർക്കിന്റെ തന്നെ ആവശ്യമുണ്ട് അല്ലെ? നമ്മൾ എല്ലാവരും അതിൽ മിങ്കിൾ ചെയ്യണമെന്നല്ല, എല്ലാവരും അവരുടെ കസ്റ്റമേഴ്സിനെയും പുതിയ ബിഗിനേഴ്സിനെയും വന്നിരിക്കുന്ന ആളുകളെയും എല്ലാ ആൾക്കാരെയും അവരെ കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ഹാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ്. ആ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, സജഷൻസ് കൊടുക്കുക, സജഷൻസ് കേൾക്കുക, പ്രോഗ്രാമിന്റെ ടിക്കറ്റ്സ്, കാര്യങ്ങൾ, ഫണ്ട്, അതിന്റെ കോർഡിനേഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോഗ്രാമും ട്രെയിനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായാലും പ്രോപ്പർ ചാനലിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ രീതിയിൽ
രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും കൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരാറുണ്ട്. അപ്ലൈൻ ലീഡേഴ്സിനോടാണെങ്കിലും ടീം ലീഡേഴ്സിനോടാണെങ്കിലും പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ചാനലിൽ നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ സക്സസിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, സക്സസ്ഫുൾ പ്രോഗ്രാം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും മൊത്തത്തിലുള്ള ഇഷ്യൂ ആയിട്ട് തന്നെ അത് കലാശിക്കുന്നുണ്ടാവും. നമ്മളുടെ ഒരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ കാരണം അല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത രീതി കാരണം ഒരു പ്രോഗ്രാം തന്നെ കൊളാപ്സ്ഡ് ആയി പോകുന്ന അവസ്ഥകളും പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ കാണാറുണ്ട്. അപ്പൊ പ്രോപ്പർ ചാനലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ ക്ലാരിറ്റി വരുത്തുക. ക്ലാരിറ്റിയാണ് എല്ലാത്തിനും വേണ്ടത്. വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഓപ്പോസിറ്റ് കേട്ട ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് അത് പ്രോപ്പർ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമും എല്ലാ ട്രെയിനിങ്ങും അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ആ രീതിയിൽ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിലനിർത്തേണ്ടത് തീർച്ചയായിട്ടും ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടീമിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരുടെയും മുമ്പിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല. അത് കുറച്ചൊരു പ്രൈവസിയോട് കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും, ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഡിസ്കഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ എന്തായാലും നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഇഷ്യൂയിലേക്ക് തന്നെയായിരിക്കും അത് എത്തിച്ചേരുക. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിട്ടുള്ള വർക്ക്, അതിന്റെ റിസൾട്ട്, ഇനി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇനി നെക്സ്റ്റ് പ്ലാനിങ് എന്താണെന്നുള്ള രീതിയിലെ അപ്ഡേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പ്രോപ്പർ ചാനലിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് മീറ്റിംഗിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു നോർമൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടീമിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നടക്കുന്ന ഒരു 2-3 ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ബോർഡ് മീറ്റിംഗ്സ്. എന്താണ് ബോർഡ് മീറ്റിംഗ്സ്? നമ്മളുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലെങ്കിൽ പോലും നമ്മൾ പല രീതിയിൽ ബോർഡ് മീറ്റിംഗും വെക്കാറുണ്ട്. അതായത് കോർ ടീം മീറ്റ്, ബോർഡ് മീറ്റിംഗ്, അങ്ങനെ പല രീതിയിൽ പേരിട്ട് വിളിക്കാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള നല്ലൊരു അപ്ലൈൻ ലീഡറൊക്കെ വന്നിട്ട് കുറച്ച് കോറായിട്ട് നിൽക്കുന്ന, കുറച്ച് ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ആ ടീമിനെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ മാത്രമുള്ള മീറ്റിംഗ്, ഇതാണ് ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ കോർ ടീം മീറ്റിംഗ്, കോർ ലീഡേഴ്സ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പ്രധാനപ്പെട്ടതായിട്ട് എന്താ നടക്കുക? ആ ഒരു സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർക്കിന്റെ റിസൾട്ട് അനലൈസിങ് എന്നുള്ള ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് നടക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചുരുക്കി പറയാൻ ഇത്രയേ ഉള്ളൂ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് അതായത് പർപ്പസ്ഫുള്ളി എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള രീതിയിൽ ടൈം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, മാനേജ് ചെയ്യുക, മിസ്ലീഡിങ് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക, യാതൊരു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള രീതിയിലോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് ഒരിക്കലും നമ്മുടെ ടീമിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് നല്ലതല്ല. അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട്, നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട്, നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണാം.